ഗുരുദേവ, ബാബുജിയുടെ വലങ്കയായ ഭാഷാബായി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് മൊത്തം അങ്ങോട്ട് പറയാ. ചന്ദ്രകലയെ മാത്രം കിട്ടില്ല. നീ തുനിഞ്ഞിറങ്ങിയിരിക്കാനല്ലേ? നോമ്പ് കാണിച്ചു തരാം. നമസ്കാരം ഉണ്ട്. ആ കഥ കടയ്ക്ക് പറഞ്ഞോളൂ. ഇപ്പൊ ഒരുത്തം പുറത്തേക്ക് പോയില്ല. അമ്പലത്തിൽ കതിനെ പൊട്ടണ ഒരു ശബ്ദം കേട്ടല്ലോ. എന്താ ഗുരുദേവ? നിങ്ങൾ ഭാഷാബായിയെ കൊന്നൂല്ലേ? നോമാരെയും കൊന്നിട്ടില്ല കേട്ടോ. അകത്ത് കയറിയോണ്ട് ലൈറ്റ് പോയി. ലൈറ്റ് വന്നപ്പോ കയ്യിലൊരു തോക്ക്. അയാൾ മരിച്ചു കിടന്നു. ഇതിനാണ് നമ്മുടെ നാട്ടിൽ കൊലപാതകം എന്ന് പറയണേ. ഭാഷാബായി, ഏയ് കാറ്റുപോയോ? തട്ടിക്കളഞ്ഞോടാ. നോമല്ല, എന്റെ ഭാഷാബായിയെ കീച്ചി കളഞ്ഞല്ലടാ. എന്റെ അണ്ണന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നടാ ഈ ശവം. എന്നെ ഓർത്ത് എന്റെ ഗുരുദേവനോടൊന്ന് ക്ഷമിക്ക. ഞാൻ ക്ഷമിച്ചിട്ടെന്ത് കാര്യം? അണ്ണൻ ക്ഷമിക്കണ്ടേ? കേക്ക, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് അനുസരിക്കാം. ശരി, നീ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. അണ്ണൻ വരാനുള്ള സമയമായി. ആദ്യം ഈ ശവം എടുത്തോണ്ട് കടലിൽ തട്ടാം. എന്തായി പറയണേ? കർമ്മങ്ങൾ ചെയ്യാണ്ട് കൊണ്ട് കടലിൽ തട്ടുകയെ ആത്മാവിന് ശാന്തി കിട്ടുമോ? കൊന്നതും പോരാ, പിന്നെ നിത്യശാന്തി നിർത്തുന്നു. അയാളോട് നിർത്താൻ പറയാ. എന്റെ പൊന്നു ചോട്ടാബായി, ഈ അശ്ലീല പറച്ചിലൊന്ന് നിർത്തുക. ഗുരുദേവ അസഭ്യം കഴിഞ്ഞിരിക്കുന്നു. കൈയെടുക്ക. ചോട്ടാബായി പിടിക്ക. ഇവൻ ഇത്ര പെട്ടെന്ന് മരിക്കുന്നു സ്വപ്നയും തിരിച്ചില്ല. ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. എന്താ ഗുരുദേവ, എന്തുണ്ടായി? ഭാഷ ജീവനോടെ ഉണ്ടടാ. എവിടെ? അവിടെ. അപ്പൊ ഇയാളോ? ഇത് ഭാഷ തന്നെയാണല്ലോ. അതെല്ലോ. അപ്പൊ നോം അവിടെ കണ്ടത് ആരെ കണ്ടെന്നാ പറയണേ ഗുരുദേവ? ചാരി, നോം കള്ളം പറയില്ല. നോം കണ്ടത് ഭാഷയെ തന്നെയാണ്. എന്റെ ചോട്ടാബായി ഒന്ന് അടങ്ങ. അറിയാതെ പറ്റിയാൽ നോം പറഞ്ഞല്ലോ. അയാളോട് ശവം എടുത്തോണ്ട് പോവാൻ പറയാ. ചോട്ടാബായി ശവം എടുത്തോണ്ട് പോവാ. നീ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തോണ്ട് പോവാം. ചാരി, നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അടിയാനുള്ള അസഭ്യ വർഷം. ചോട്ടാബായി, ബാബുജി അറിയുന്നതിന് മുമ്പ് ഈ ശവം ഇവിടെ നിർത്തോണ്ട് പോണുണ്ടോ? ശരി, ഓക്കെ. എന്റെ ശവം കർമ്മങ്ങൾ ചെയ്തയച്ചോ പൂജാരി? നിക്കണു ഭാഷാവായി. എവിടെയാ ഗുരുദേവ? നിനക്ക് കാണാൻ പറ്റണില്ലേ? ആത്മാക്കളെ കാണാൻ കഴിയില്ല. ആത്മാവിനോട് സംസാരിക്കുന്നതാ. ആത്മാവൂര് ഒരു കുന്തൂല്ല. ഗുരുദേവന് തലക്ക് നെല്ലിക്ക തളം വെക്കേണ്ടിയിരിക്കണു. ആർക്കും കാണാനും കഴിയില്ല, ആർക്കും കേൾക്കാനും കഴിയില്ല, നിനക്കല്ലാതെ. എനിക്ക് മാത്രം ആ സിദ്ധി എന്തിനാ തന്നെ? എന്നെ കീച്ചിക്കളഞ്ഞത് നീ. ഇനി ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ നിഴല. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ.